കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഫ്രൈഡ് റൈസിന് പറ്റിയ ഒരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഇത്രയും 1.5 കിലോ ചിക്കനാണിത്. കഴുകി ഞുറുക്കി വെച്ചിരിക്കുക. വലിയ കഷ്ണമായിരുന്നു, നമ്മൾ ഒന്നുകൂടെ ഞുറുക്കി ചെറിയ കഷ്ണമാക്കിയതാണ്. അത് നമ്മൾ കുക്കറിലോട്ടൊന്ന് ഹാഫ് വേവാക്കാം, പകുതി വേവ് ആക്കി നമുക്ക് എടുക്കാം. വിസിലടുപ്പിക്കല് അതിന് മുമ്പേ നമ്മൾ ഇറക്കി വെക്കണം. നമ്മൾ ചിക്കൻ വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ചിക്കൻ വേകുമ്പം തന്നെ അതിനകത്ത് കുറേ വെള്ളമുണ്ട്, അത് ഊറി വന്ന് അതിൽ കിടക്കും. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് പകുതി വേവാകുമ്പം നിർത്തി വെക്കണം, വിസിലടുപ്പിക്കണ്ട. നമ്മൾ ചിക്കനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പിടാം. സ്റ്റൗ കത്തിച്ച് അടുപ്പിലിട്ടൊന്ന് വെക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വേവട്ടെ. മറ്റ് സാധനങ്ങളെല്ലാം ശരിയാക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു പാത്രം തയ്യാറാക്കി അടുപ്പിലിട്ട് വെക്കുന്നു. നമ്മളിവിടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഒരു തവി വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുന്നു. നമ്മൾ അതിലോട്ട് ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 കഷ്ണം ഇഞ്ചി ചതച്ചത്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 250 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. കിലോ ചെറിയുള്ളി, ചിക്കൻ കറി വയ്ക്കുമ്പം നമുക്ക് കൂടുതലും ചെറിയുള്ളി ചേർക്കുന്നതാണ് അത് രുചികരമായിട്ട് തോന്നും. നമ്മളതിലേക്ക് മീഡിയം 4 സവാള അരിഞ്ഞതാണ്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉള്ളിക്കും അതുപോലെ 1 സ്പൂൺ ഇട്ടിടുക. നമ്മുടെ ഉള്ളി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ചെറിയ മീഡിയം 2 തക്കാളി അരിഞ്ഞ് വെച്ച് അത് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് തട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ ചിക്കൻ മസാല. ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ റെഡിയായി വെന്തിട്ടുണ്ട്. നമുക്കത് ഉരുളിയിലേക്ക് മാറ്റിയിടാം. നമ്മുടെ ചിക്കന് വേണ്ട മസാലകൾ തയ്യാറായി. നമുക്കതിലോട്ട് ചിക്കനും കൂടെ കുടഞ്ഞിടാം. നമുക്കതിൻ്റെ വെള്ളം ഈ അരപ്പിലോട്ട് ഊറ്റി ഒഴിക്കാം. നമ്മുടെ ചിക്കന് വേഗം നമ്മൾ വെള്ളം വെച്ച് വേവിച്ചതല്ല, അത് വെന്ത വെള്ളം ഊറി വന്നേ. അത് നമ്മൾ ഉള്ളി നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചത്. ഇനി അത് ഒന്നിച്ച് കിടന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം അതിനകത്തോട്ട് ചിക്കൻ കുടഞ്ഞിടാൻ. നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ചിക്കൻ കുടഞ്ഞിടാം. നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 കണ്ണ് കറിവേപ്പിലയും ഇടാം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്ന വീഡിയോ മൊത്തം കാണാൻ നോക്കുക. എല്ലാവരും ഇതറിയാത്തവരാരുമില്ല, എങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സലാഡ് തയ്യാറാക്കാം. അതിന് വേണ്ടി
ഒരു ചെറിയ മീഡിയം 3 ക്യാരറ്റ് ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 ചെറിയ സവാള, നമുക്ക് ചോപ്പറിൽ ഈ സവാളയും കൂടെ ഇട്ട് ഒന്നിച്ച് വലിച്ച് ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ സലാഡിന് ചോപ്പ് ചെയ്തത് ബബിളിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു മീഡിയം വലിയ തക്കാളി അതിനകത്തോട്ട് ഇട്ട് നമുക്ക് ചെറിയ ടീസ്പൂണിന് 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ കപ്പിന് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, നമ്മുടെ സലാഡ് ഇവിടെ റെഡിയായി. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇടാൻ പോകുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ അരി വേവിച്ച് വെച്ചതാണ്, ഉപ്പൊക്കെ ഇട്ട്. അതിനകത്ത് 2-3 സ്പൈസസ് ഇട്ട് വേവിച്ചതാണ്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയും കിസ്മിസും കൂടെ മുരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് മസാലപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താണ്. അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത ട്രിപ്പ് ചോറിട്ട് കൊടുക്കാം. നിരത്തി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആദ്യത്തെ പോലെ തന്നെ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഉള്ളി മുരിച്ചതും കിസ്മിസും കൂടെ. ക്യാരറ്റ് വഴറ്റിയത്, മല്ലിയില, നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായാൽ മതി. അതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകട്ടെ. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്രൈഡ് റൈസ് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം.